നമസ്കാരം. 3 ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് താജ്മഹലിൽ ചോർച്ച കണ്ടെത്തി. പ്രധാന താഴികക്കുടത്തിലാണ് ചെറിയ ചോർച്ച കണ്ടെത്തിയത്. എന്നാൽ പരിശോധനയിൽ ചെറിയ ചോർച്ചയാണ് കണ്ടെത്തിയതെന്നും താഴികക്കുടത്തിന് തകരാറില്ലെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഡ്രോൺ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. താജ്മഹലിനോട് ചേർന്ന പൂന്തോട്ടത്തിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. മഴ കഴിഞ്ഞാലുടൻ അടിയന്തര അറ്റകുറ്റപ്പണിക്കായി താജിലെ ഉദ്യാനം പുതുക്കി പണിയുമെന്നും അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ ആഗ്രയുടെ പല ഭാഗങ്ങളും വെള്ളത്തിലായിരുന്നു. ഇതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. പൂന്തോട്ടത്തിൽ നിന്ന് ഷാജഹാന്റെ ശവകുടീരത്തിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. മഴ മാറിക്കഴിഞ്ഞാൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് തീരുമാനം. താഴികക്കുടത്തിൽ നിന്നുള്ള വെള്ളം ചോർന്നതിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്ന് അധികൃതർ പറയുന്നു. പ്രധാന ശവകുടീരത്തിനുള്ളിലും ഈർപ്പവും കണ്ടെത്തിയിട്ടുണ്ട്. താഴികക്കുടത്തിലെ കല്ലുകളിൽ നേരിയ വിള്ളലുണ്ടായിരിക്കാം. ഇതാകാം ചോർച്ചയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത്. വെള്ളം ഇറ്റുവീഴുന്ന സ്ഥലങ്ങൾ സ്ഥിരമായുള്ള ചോർച്ചയാണോ ഇടയ്ക്കിടെയുള്ളതാണോ എന്നാണ് പരിശോധിക്കുന്നത്. മഴ കുറഞ്ഞാൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് നീക്കം. പൂന്തോട്ടം പുനഃസ്ഥാപിക്കുമെന്നും അധികൃതർ പറയുന്നു. താജ്മഹലിന്റെ പ്രധാന ശവകുടീരത്തിന് മുന്നിലുള്ള സെൻട്രൽ ടാങ്കിന് സമീപമുള്ള ഒരു പൂന്തോട്ടം കനത്ത മഴയിൽ മുങ്ങിയതായിട്ടാണ് ടൂറിസ്റ്റ് ഗൈഡുകളും പറയുന്നത്. താഴികക്കുടത്തിൽ നിന്നുള്ള വെള്ളം ഷാജഹാന്റെ ഭാര്യ മുംതാസിന്റെയും ശവകുടീരങ്ങളുള്ള അറയിലും എത്തിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ആഗ്രയിൽ വ്യാഴാഴ്ച പെയ്ത 151 മില്ലിമീറ്റർ മഴ 80 വർഷത്തിനിടയിൽ ഈ പ്രദേശത്ത് പെയ്ത ഏറ്റവും ഉയർന്ന 24 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴയാണ്. ആഗ്ര ഫോർട്ട്, ഫത്തേപൂർ സിക്രി, ജുൻജുൻക കട്ടോറ, രാംബഗ്, മഹതാബാഗ്, കിനി റൗസ, സിക്കിന്ദ്രയിലെ അക്ബറിന്റെ ശവകുടീരം, റോമൻ കാത്തലിക് സെമിത്തേരി എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ചരിത്ര സ്ഥലങ്ങൾക്കും കനത്ത മഴ ചെറിയ നാശനഷ്ടങ്ങൾ വരുത്തി. അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആഗ്രയുടെ അമൂല്യമായ പൈതൃക സൈറ്റുകൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് അറ്റകുറ്റപ്പണികൾ ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു.